പാലക്കാട് ജില്ലയിൽ തന്നെ ഇപ്പം എല്ലാവരും സ്റ്റേഷനിലും മിക്കവാറും സ്റ്റേഷനിലും ഇതിൻ്റെ ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ പല സ്റ്റേഷനിലും പിടിച്ചു, അല്ലെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള ക്വാണ്ടിറ്റികൾ പിടിച്ചു. ഇനിയും നമ്മൾ ഇതിൻ്റെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലഹരി പരിപൂർണമായിട്ട് കേരള സംസ്ഥാനത്ത് നിന്ന് ഇല്ലാതാക്കാനും നമ്മുടെ കുട്ടികളെ ലഹരി വിമുക്ത കുട്ടികളാക്കി മാറ്റി ഒരു ലഹരി വിമുക്ത സമൂഹത്തിനായിട്ട് പോരാടാനും വേണ്ടി കേരള പോലീസും കേരള സർക്കാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തൂഫാൻ എന്നത് വലിയൊരു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്, വിപ്ലവമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു ഭരണപരമായൊരു നേട്ടം മാത്രം ഉദ്ദേശിച്ചുള്ള ആരംഭശൂരത്വമാണോ, അല്ല ഇത് കേരളത്തിലെ മാറ്റിമറിക്കാൻ ലഹരി മാഫിയക്കെതിരെയുള്ള ഒരു പോരാട്ടമായിട്ട് തന്നെ മാറുമോ? തീർച്ചയായിട്ടും കേരള സർക്കാരും കേരള പോലീസും കൂടി കൈകോർത്തുള്ള ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ്. അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കേസുകൾ ഇപ്പോൾ പല സ്റ്റേഷനിലും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എല്ലാ ഭാഗത്തും എല്ലാ നാടിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ നമ്മൾ ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തെ ഒരു ലഹരി വിരുദ്ധ സംസ്ഥാനമായി മാറാനുള്ള എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൽ പോലീസും കേരള സർക്കാരും ബാക്കിയുള്ള എല്ലാവരും സമൂഹം ഒന്നായി ഒറ്റക്കെട്ടായി ഇതിന് പിന്താങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിയ ഒരു നിയമം അടുത്തന്നെ വരും. കൂടുതൽ കേസിൽ 2ൽ കൂടുതൽ 3ഓളം കേസുകളിൽ വരുന്ന ചെറിയ ക്വാണ്ടിറ്റി ആയാലും വലിയ ക്വാണ്ടിറ്റി ആയാലും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഒരു നടപടി കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ അത് പ്രാവർത്തികമാവും. അപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനും അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കാനും കേരള സർക്കാർ തയ്യാറായി കഴിഞ്ഞു. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും ഇപ്പോൾ വിപണനവും മറ്റും നിർത്തിവെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലഹരി എന്നുള്ള മാരകമായിട്ടുള്ള പിശാച് എല്ലാ ഭാഗത്തും ഉണ്ട്. നമ്മൾ അതിൽ പെടാതെ നമ്മുടെ ലക്ഷ്യബോധത്തോടു കൂടിയും നമ്മുടെ വീടാണ് ഏറ്റവും വലുത്, ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി, കുടുംബമാണ് ഏറ്റവും വലിയ ലഹരി എന്ന് ഒന്ന് മനസ്സിലാക്കി കുടുംബത്തോടൊപ്പം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കഴിയുക. ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ഇത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട മേലധികാരികളെ വിവരം അറിയിക്കുക. ലഹരി വിമുക്ത സമൂഹത്തിനായി കേരള പോലീസിൻ്റെയും കേരള സർക്കാരിൻ്റെയും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. എല്ലാവരും ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് ഈ പ്രവൃത്തി തുടരുക എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല നമ്പറുകളും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ നമ്പർ മുഖാന്തരം നമുക്ക് വാട്സപ്പ് മുഖേനയും കിട്ടുന്ന രഹസ്യങ്ങൾ അതീവ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കും. അങ്ങനെ കിട്ടുന്ന ആളുകൾക്കെതിരെ, ഇങ്ങനെ നമുക്ക് മെസ്സേജ് കിട്ടുന്ന ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി തന്നെ കേരള പോലീസും കേരള സർക്കാരും കൈക്കൊള്ളുന്നതായിരിക്കും.